പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയതാണോ മലക്കം മറിഞ്ഞതാണോ? മുകളിൽ നിന്ന് വല്ല കൊട്ടും കിട്ടിയോ? എന്തായാലും കാര്യങ്ങൾ ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ. അത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കണം. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറഞ്ഞത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നോ. ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറഞ്ഞത് അല്ലേ? നോക്കണം മഴ പെയ്യുന്നോ. പതിവ് പോലെ രാഷ്ട്രീയക്കാർ പറയുന്ന അതേ മറുപടി തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. വളച്ചൊടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ആ ഉദ്ദേശമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാലിന് എതിരെ എന്നാക്കി വളച്ചൊടിച്ചു മാധ്യമങ്ങൾ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതും കൂടി കേൾക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ സംഘടനാപരമായ കാര്യങ്ങളിലൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് ഞാനത് മറുപടി പറയില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ചില ആളുകൾ വീണ്ടും എല്ലാവരും അല്ല, വീണ്ടും 5 പ്രാവശ്യം ചോദിച്ചു. എന്നെ പോലെ ഒരാൾ വന്ന് നിങ്ങളെ കാണാൻ വഴിയിൽ നിൽക്കല്ലോ. അപ്പൊ ഞാനത് പറയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പിണങ്ങി. ഇന്നലെ ഞാൻ ഇതേ സംഭവം വീണ്ടും ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റെഡ് അലർട്ടാണ്, ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, റോട്ടിലാണ് നിൽക്കണത് ഇതുപോലെ എന്ന് പറയും. അത് ഇന്നലെ കുറച്ച് മീഡിയ ഞാൻ കെ സി വേണുഗോപാലിനെതിരായി പറഞ്ഞതാക്കി അതങ്ങ് മാറ്റി. ഞാൻ പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ചും പരസ്യമായി പ്രതികരിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോകുന്ന കാര്യമല്ലാതെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടില്ല. അതും പറഞ്ഞ് വി ഡി സതീശൻ പോകുന്ന പോക്കുണ്ട്. അതാണ് ഏറെ രസകരം. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ ഏതാനും മാധ്യമപ്രവർത്തകരെ, ഇനി കേരളത്തിലെ മൊത്തമാണോ പറഞ്ഞത് എന്നറിയില്ല, എന്തായാലും ഏതാനും മാധ്യമപ്രവർത്തകരെ CPM വിലക്കെടുത്തിട്ടുണ്ട്. ഏതു മാധ്യമപ്രവർത്തകരെ? കോൺഗ്രസ് ബീറ്റ് നോക്കുന്ന മാധ്യമപ്രവർത്തകരെ. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. CPM തന്നെ ഞങ്ങൾക്ക് വേണ്ടത്ര ആളുകളുണ്ട്, നെറ്റ്വർക്കുണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ വൈകുന്നേരമാകുമ്പോൾ തന്നെ എനിക്ക് നൽകുന്നുമുണ്ട് എന്നുകൂടി പറഞ്ഞു വി ഡി സതീശൻ. അതും കൂടി കേൾക്കാം. പക്ഷെ ഈ കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ കുറച്ച് ആളുകളെ, എല്ലാവരും അല്ലട്ടോ, കുറച്ച് ആളുകളെ CPM കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം അവരുടെ പേര് കൂടി പറയും. ചിരിച്ചോണ്ടേ പറയൂ. ഇനി എല്ലാം ചിരിച്ചോണ്ട് പറയില്ല, ദേഷ്യപ്പെടില്ല. കോൺഗ്രസിന്റെ ബീറ്റ് നോക്കണ എല്ലാവരും കൈകാര്യം ഞാൻ നോക്കി, എല്ലാവരും വീണില്ല. പക്ഷെ ചിലര് വീണിട്ടുണ്ട്. ചിലര് കോൺഗ്രസിന്റെ ബീറ്റ് നോക്കുന്ന ആളുകളെ CPMന്റെ ചില പിടിയിൽ വീണിട്ടുണ്ട്. എനിക്കതിന് വിരോധമൊന്നുമില്ല. എനിക്കത് ചോദിക്കണ കേൾക്കുമ്പോൾ അറിയാം അതിൽ വീണിട്ടാണ് ആ ചോദിക്കുന്നതെന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് സീരിയസ് ആവുമല്ല. അപ്പൊ ഞാൻ അവരുടെ പേരുകൂടി ഇങ്ങനെ തമാശയായിട്ട് പറയും. ആ വീണിരിക്കുന്ന ആളുകളുടെ പേരുകൂടി ഞാൻ പറയും. എല്ലാ മാധ്യമങ്ങളെയും അല്ല ഞാൻ പറയും, എല്ലാ ബീറ്റ് നോക്കുന്ന ആളുകളെ അല്ല ഞാൻ പറയും. അതൊന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അനങ്ങാൻ നിൽക്കുന്ന നല്ല മാധ്യമപ്രവർത്തകരാണ് ഭൂരിപക്ഷം, നല്ല മാധ്യമങ്ങളാണ് ഭൂരിപക്ഷം. അവരെല്ലാവരും കൂടി മാധ്യമങ്ങൾ മുഴുവൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് പേര് ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാം, ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ട്. CPMൽ ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ തരാൻ പറ്റി ഇഷ്ടംപോലെ ആളുണ്ട്. ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കുള്ള പാർട്ടിയാണ് ഞങ്ങള്. ഈ വിവരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് സ്വാധീനിച്ചതെന്ന് വൈകുന്നേരം എനിക്ക് റിപ്പോർട്ട് കിട്ടും. നോക്കണേ കാര്യങ്ങൾ പോകുന്ന പോക്ക്. കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുമെന്ന് ഉറപ്പാണ്. അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കെ മുരളീധരനും ഷാഫി പറമ്പിലും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ ഷാഫി പറമ്പിൽ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകണമെന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നു എന്നാണ് ഷാഫി പറമ്പിലിന്റെ വാക്കാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, വിളിച്ചു വരുത്തുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ കെ സി വേണുഗോപാലിനെ വിളിക്കൂ എന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ. അതിനപ്പുറത്തേക്ക് കടന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇനി എങ്ങാനും UDF ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് വെച്ചാൽ ജയിച്ചാൽ മുഖ്യമന്ത്രി ആകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ, കുപ്പായം റെഡിയാണ് എന്നർത്ഥം. ഇതെല്ലാം കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത് മനസ്സിലാക്കുന്നുണ്ട് വി ഡി സതീശൻ. കാലിന് അടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട് വി ഡി സതീശൻ. അത്ര മോശം നേതാവൊന്നുമല്ല വി ഡി സതീശൻ. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അഗ്രഗണ്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്.
കെ.സി. വേണുഗോപാലുമായി നേരിട്ട് എതിർത്താൽ രക്ഷ കിട്ടില്ല എന്ന് അറിയാം വി.ഡി. സതീശന്. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിനോടൊപ്പം തന്നെയാണ് ഞാനും എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന ധാരണ വി.ഡി. സതീശനുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് അക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കൃത്യമായും വി.ഡി. സതീശനെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ നിലപാട് മാറ്റി ഇന്നലെ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നേരിട്ട് കെ.സി. വേണുഗോപാലിനോട് വി.ഡി. സതീശൻ ഏറ്റുമുട്ടിയാൽ പരാജയം സുനിശ്ചിതമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അറിയുന്നത് വി.ഡി. സതീശന് തന്നെയാണ്. കെ.സി. വേണുഗോപാലിന്റെ രാഷ്ട്രീയ ഗ്രാഫ് മാത്രം എടുത്തു നോക്കിയാൽ മതി. എന്തൊക്കെയാണ് കെ.സി. വേണുഗോപാൽ, എത്ര സൂത്രശാലിയാണ് കെ.സി. വേണുഗോപാൽ എന്ന് മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചുവടുവെപ്പ് തന്നെയാണ് വി.ഡി. സതീശൻ്റേത്.